My dear students, all of you are welcome to today's class. In the fourth and last unit, making schools more inclusive, today we are going to discuss the following very important topics, namely collaborative teaching by regular and collaborative teachers, and concept and method of multi-level instruction. Now we can go through these topics in detail. First of all, we can discuss what is collaborative teaching by regular and collaborative teachers. Nowadays, the philosophy is to include all students in the same class, which have brought about team of general education and special education teachers working collaboratively or cooperatively to combine their professional knowledge, perspectives and skills. നമുക്കറിയാം, ഇന്ന് കാലത്ത് നമ്മളെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഫിലോസഫി എന്ന് പറയുന്നത്, നമ്മുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇറ്റ് ഈസ് ടു ഇൻക്ലൂഡ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദ സെയിം ക്ലാസ്. എല്ലാ വിഭാഗം കുട്ടികളെയും ഒരേ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചല്ലോ, വ്യത്യസ്ത തരം ഡൈവേഴ്സിറ്റിയുള്ളവർ, അല്ലേ, വ്യത്യസ്ത തരം നീഡ് ആവശ്യമുള്ളവർ, സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അതുപോലെ വ്യത്യസ്ത തരം കഴിവുകളുള്ള കുട്ടികൾ, എബിലിറ്റി ഉള്ളവർ, അതുപോലെ തന്നെ വ്യത്യസ്ത തരം ഡിസബിലിറ്റീസ് ഉള്ളവർ. അപ്പോൾ ഇങ്ങനെ എല്ലാ വിഭാഗം കുട്ടികളെ, വ്യത്യസ്ത തരം കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ, ജെൻഡർ ഡിഫറൻസ് ഇസ് ദയർ, അതവിടെ ഉണ്ട്, ജെൻഡർ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് തരം ഒരുപാട് കൾച്ചറൽ ഡിഫറൻസ്, അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ഡിഫറൻസ്, ഇങ്ങനെ ഒത്തിരി ഡിഫറൻസസ് ഉള്ള, അതിനൊക്കെ അപ്പുറത്ത് സൈക്കോളജിക്കലായിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസും ഉണ്ട്. ഇതെല്ലാം ഉള്ള കുട്ടികളെ ഒരേ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഫിലോസഫി എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? വിച്ച് ഹാവ് ബ്രോട്ട് അബൌട്ട് എ ടീം ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് വർക്കിംഗ് കൊളാബറേറ്റീവ്ലി ഓർ കോപ്പറേറ്റീവ്ലി ടു കമ്പൈൻ ദർ പ്രൊഫഷണൽ നോളജ്, പെർസ്പെക്റ്റീവ്സ് ആൻഡ് സ്കിൽസ്. ഇതിൻ്റെ ഫലമായിട്ട് ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചറും ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും ഒരുമിച്ച് കൂട്ടായ്മയിൽ കൂടി സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ടീം ഉണ്ടായി വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? ടു കമ്പൈൻ ദർ പ്രൊഫഷണൽ നോളജ്, അവരുടെ തൊഴിൽപരമായിട്ടുള്ള അറിവിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പേഴ്സ്പെക്റ്റീവ്സ്, അവരുടെ വീക്ഷണങ്ങൾ, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അവരുടേതായ വീക്ഷണങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് സ്കിൽസ്, അവരുടെ അധ്യാപക നൈപുണികളും. അപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിൻ്റെയും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിൻ്റെയും പ്രൊഫഷണൽ നോളജും തൊഴിൽപരമായിട്ടുള്ള അവരുടെ അറിവുകളും അവരുടെ പേഴ്സ്പെക്റ്റീവ്സും വീക്ഷണങ്ങളും ആൻഡ് സ്കിൽസ്, അതുപോലെ അവരുടെ നൈപുണികളും എല്ലാം പരസ്പരം എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള സഹകരണത്തോടു കൂടിയുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി എടുത്തുകൊണ്ടുള്ള ഒരു ടീം ആണ് എന്താണ് ഇന്ന് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ. ആ ടീമാണ് ശരിയായ രീതിയിൽ ഈ കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പഠന പ്രവർത്തനങ്ങളും മറ്റ് എല്ലാവിധ പിന്തുണാ സംവിധാനങ്ങളൊക്കെ നൽകേണ്ടത്. ഈ കൊളാബറേറ്റീവ് ടീച്ചിങ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. In collaborative teaching, both general and special educators are simultaneously present in the general classroom, maintaining joint responsibilities for specified education instruction that is to occur within that setting. കൊളാബറേറ്റീവ് ടീച്ചിങ്ങിൽ സംഭവിക്കുന്ന ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചറും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറും ഒരേ സമയം എന്ത് ചെയ്യുന്നു? ജനറൽ ക്ലാസ് റൂമിൽ അവരെന്ത് ചെയ്യുന്നു? പ്രസൻ്റ് ആയിരിക്കും. എന്തിനു വേണ്ടി? മെയിൻറ്റെയിൻ ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ സ്പെസിഫൈഡ് എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ടു ഓക്കർ വിത്തിൻ ദാറ്റ് സെറ്റിംഗ്. സ്പെസിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ഷൻ അപ്പോൾ ആ പ്രത്യേക സാഹചര്യത്തിൽ നൽകാൻ അതിനുള്ള ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തുകൊണ്ട് ഒരേ സമയം എന്തുണ്ട്? ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചറും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറും എന്ത് ചെയ്യുന്നൊരു ക്ലാസ്സിൽ അവർ പ്രസൻ്റാണ്. It is direct collaboration with general education and special education teachers working together in the same classroom most of the day. ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചറും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറും
ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ഒരു ദിവസത്തിൻ്റെ അധിക ഭാഗങ്ങളും ചിലവഴിക്കുന്നു. ഡയറക്റ്റായിട്ടുള്ള ഒരു കൊളാബറേഷനാണ് ഉദ്ദേശിക്കുന്നത്. ആൻ ഇഫക്റ്റീവ് ടീം ഓഫ് ടീച്ചേഴ്സ് വിൽ വർക്ക് ടുഗദർ ആസ് ഈക്വൽ പാർട്ട്നേഴ്സ് ടു ഇൻട്രാക്റ്റീവ് റിലേഷൻഷിപ്സ്. ടീച്ചേഴ്സിൻ്റെ ഫലപ്രദമായൊരു ടീം ഒരുമിച്ച് അവർ പ്രവർത്തിക്കും, ഈക്വൽ പാർട്ട്ണറായിട്ട്, ഒരേ തുല്യ പങ്കാളിത്തത്തോടു കൂടി ഇൻ ഇൻട്രാക്റ്റീവ് റിലേഷൻഷിപ്സ്, കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്റ്റീവ് റിലേഷൻഷിപ്സിൽ അവരുമായിട്ടുള്ള ഇടപെടലുകൾ, ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിലൊക്കെ എല്ലാറ്റിലും ഈക്വൽ പാർട്ട്നേഴ്സായിട്ട് എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ബോത്ത് ആർ ഇൻവോൾവ്ഡ് ഇൻ ആൾ ആസ്പെക്ട്സ് ഓഫ് പ്ലാനിങ്, ടീച്ചിങ് ആൻഡ് അസസ്മെൻറ്റ്. ഇരുവരും പ്ലാനിങ്ങിൻ്റെ, ആസൂത്രണത്തിൻ്റെ, അതുപോലെ ടീച്ചിങ്ങിൻ്റെ, അധ്യാപനത്തിൻ്റെ ആൻഡ് അസസ്മെൻറ്റ്, വിലയിരുത്തലിൻ്റെയും അധ്യാപനത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും എല്ലാ ആസ്പെക്റ്റുകളിലും രണ്ടാളും ഇൻവോൾവഡ് ആണ്. രണ്ടാളും തുല്യമായിട്ട് ഇൻവോൾവഡ് ആയിരിക്കും. ഏരിയാസ് ഫോർ ദിസ് കൊളാബറേഷൻ ഇൻക്ലൂഡ് കരിക്കുല ആൻഡ് ഇൻസ്ട്രക്ഷൻ, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ആൻഡ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ആൻഡ് ബിഹേവിയർ. ഈ കൊളാബറേഷൻ, ഈ കൂട്ടായ്മയ്ക്കുള്ള ഏരിയ എന്ന് പറയുന്നത് അത് ഉൾപ്പെടുത്തുന്നത് പ്രധാനമായിട്ട് കരിക്കുലം, പിന്നെ കരിക്കുലം എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അക്കാര്യങ്ങൾ, കരിക്കുല ആൻഡ് ഇൻസ്ട്രക്ഷൻ, കരിക്കുലവും അതുപോലെ തന്നെ അതിൻ്റെ ബോധന സമ്പ്രദായവും, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, കുട്ടികളുടെ ശേഷികളെ വിലയിരുത്തൽ, അതിൻ്റെ മൂല്യനിർണ്ണയം, ആൻഡ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ആൻഡ് ബിഹേവിയർ, അതുപോലെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം, അതുപോലെ അതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ആൻഡ് ബിഹേവിയർ, ക്ലാസ് റൂമിലെ കുട്ടികളുടെ ബിഹേവിയർ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് എന്തായിരിക്കും, കൊളാബറേറ്റീവ് ആയിട്ടായിരിക്കും ഇവർ നമ്മുടെ ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചറും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറും പ്രവർത്തിക്കുന്നു. പ്രധാനമായിട്ട് കൊളാബറേഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് കരിക്കുല ആൻഡ് ഇൻസ്ട്രക്ഷൻ, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, അതുപോലെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ആൻഡ് ബിഹേവിയർ. ഇനി നമുക്ക് കൊളാബറേറ്റീവ് ടീച്ചിങ്ങിൽ അധ്യാപകൻ്റെ പങ്ക് എന്താണെന്ന് പരിശോധിക്കാം. റോൾ ഓഫ് ഈച്ച് ടീച്ചർ ഇൻ കൊളാബറേറ്റീവ് ടീച്ചിങ്. അതിലപ്പം ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും പങ്ക് എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇൻ കൊളാബറേറ്റീവ് മോഡൽ, ദ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഈച്ച് ബ്രിങ് ദെയർ സ്കിൽസ്, ട്രെയിനിങ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ടു ദ ടീം. നേരത്തെ പറഞ്ഞ പോലെ കൊളാബറേറ്റീവ് മോഡലിൽ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, ഇരുവരും എന്ത് ചെയ്യുന്നു, അവരുടെ ഈച്ച് ബ്രിങ് ദെയർ സ്കിൽസ്, അവരുടെ നൈപുണികൾ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരുന്നു, ട്രെയിനിങ്, അവരുടെ പരിശീലനങ്ങളെ, ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ്, അവരുടെ കാഴ്ചപ്പാടുകൾ, ടു ദ ടീം, ഒരു ടീമിലേക്ക്. അപ്പം ഇരുവരുടെയും, നേരത്തെ പറഞ്ഞ പോലെ ഇരുവരുടെയും കാഴ്ചപ്പാടുകൾ, നൈപുണികൾ, അവരുടെ പരിശീലനത്തിൽ കിട്ടിയ തിരിച്ചറിവുകൾ ഒക്കെ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. റിസോഴ്സസ് ആർ കമ്പൈൻ ടു സ്ട്രെങ്തൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, മെത്തേഡ്സ് ആൻഡ് ഇഫക്റ്റീവ്നെസ്. അവരുടെ വിഭവങ്ങളെ അവർ കമ്പൈൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു സ്ട്രെങ്തൻ ടീച്ചിങ്, അവരുടെ അധ്യാപനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, കുട്ടിയുടെ പഠന അവസരങ്ങളെ, അതുപോലെ തന്നെ മെത്തേഡ്സ്, പിന്നെ പഠന രീതികൾ, ആൻഡ് ഇഫക്റ്റീവ്നെസ്, അതിൻ്റെ ഫലപ്രദമായ രീതിയിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം അത് ഫലപ്രദമാക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ റിസോഴ്സസ് കമ്പൈൻ ചെയ്യുന്നു. ടീച്ചിങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, അതുപോലെ മെത്തേഡ്സിനെ, ഇഫക്റ്റീവ്നെസ്സിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്കിൽസും ട്രെയിനിങ് അതുപോലെ തന്നെ പേഴ്സ്പെക്റ്റീവ്സും കമ്പൈൻ ചെയ്യുന്നു. Typically, the primary responsibility of primary education teachers is to provide instruction by adapting and developing materials to match the learning styles, strengths and special needs of each of their students. Primary responsibility of primary education teacher. Primary education teacher പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താ? ടു പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻ, കുട്ടികൾക്ക് ബോധനം നടത്തുക എന്നുള്ളതാണ്. ബൈ അഡാപ്റ്റിംഗ് ആൻഡ് ഡെവലപ്പിംഗ് മെറ്റീരിയൽസ് ടു മാച്ച് ദ ലേണിംഗ് സ്റ്റൈൽസ്, സ്ട്രെങ്ത്സ് ആൻഡ് സ്പെഷ്യൽ നീഡ്സ് ഓഫ് ഈച്ച് ഓഫ് ദിയർ സ്റ്റുഡൻസ്. അവരുടെ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈല്, പഠന രീതികൾ, അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കഴിവുകൾ, സ്ട്രെങ്ത്തുകൾ, ആൻഡ് സ്പെഷ്യൽ നീഡ്സ്, അവരുടെ പ്രത്യേക ആവശ്യങ്ങൾ, കുട്ടികളുടെ ഓരോരുത്തരുടെയും പ്രത്യേക ആവശ്യങ്ങൾ, അതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് അതുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ, അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള
എന്താണ് മെറ്റീരിയൽസൊക്കെ തയ്യാറാക്കുക, ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ ലേണിംഗ് സ്റ്റൈല്, സ്ട്രെങ്ത്ത്, അതുപോലെ സ്പെഷ്യൽ നീഡ്സ് ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള പഠന സാമഗ്രികൾ തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രൈമറി എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിൻ്റെ പ്രൈമറി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്വം. ജനറൽ എഡ്യൂക്കേറ്റേഴ്സ് ബ്രിങ് കണ്ടന്റ് സ്പെഷ്യലൈസേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ബ്രിങ് അസസ്മെൻറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ സ്പെഷ്യലൈസേഷൻ. ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചറും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താ? ജനറൽ എഡ്യൂക്കേറ്റേഴ്സ് കണ്ടൻറ്റ് സ്പെഷ്യലൈസേഷനാണ് അവർക്ക്. അതായത് കണ്ടൻറ്റിൽ അവർ പഠിപ്പിക്കുന്ന കണ്ടൻറ്റിൽ അവരെന്ത് ചെയ്യുന്നു, സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത് അവർക്കൊരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും, കണ്ടൻറ്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ ക്ലാസ് റൂം പഠിപ്പിക്കുന്ന കണ്ടൻറ്റിൽ അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സോ ദേ ബ്രിങ് അസസ്മെൻറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ സ്പെഷ്യലൈസേഷൻ. അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഈ കുട്ടികളെ എങ്ങനെ വിലയിരുത്തുക എന്നുള്ളതും എങ്ങനെയാണ് അവരെ അഡാപ്റ്റ് ചെയ്യുക, പഠന സാഹചര്യങ്ങളോട് എങ്ങനെ കുട്ടികളെ അഡാപ്റ്റ് ചെയ്യണം, എങ്ങനെ പൊരുത്തപ്പെടിച്ച് കൊണ്ടുപോകണം, ഇക്കാര്യത്തിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ബോത്ത് ബ്രിങ് ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് ടെക്നിക്സ് ആൻഡ് ലേണിംഗ് പ്രോസസ്സസ്. ഇരുവർക്കും അതിൻ്റേതായ ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടീച്ചിങ് ടെക്നിക്കുകൾ, അതുപോലെ ലേണിംഗ് പ്രോസസ്സ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തുണ്ട്, ഒരുപാട് പരിശീലനങ്ങളും പിന്നെ ഒരുപാട് എക്സ്പീരിയൻസും ഇരുവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി രണ്ടുപേരുടെ എക്സ്പീരിയൻസുകളെ പരസ്പരം എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്തുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ് കൊളാബറേറ്റീവ് ടീച്ചിങ്ങിൽ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പിന്നെ ഇഫക്റ്റീവ് കൊളാബറേഷൻ നടക്കണമെങ്കിൽ, ഫലപ്രദമായ രീതിയിലുള്ള കൂട്ടായ്മയിൽ കൂടിയുള്ള ബോധനം നടക്കണമെങ്കിൽ അതിന് ഫലപ്രദമായ പ്ലാനിങ് ആവശ്യമാണ്. പ്ലാനിങ് ഫോർ ഇഫക്റ്റീവ് കൊളാബറേഷൻ ഏതൊരു പ്രോഗ്രാമിനും ആവശ്യം വേണ്ടതാണെന്ത് പ്ലാനിങ് എന്ന് പറഞ്ഞത്. പ്ലാനിങ് ആണ് നമുക്ക്, പ്ലാനിങ് ഇല്ലാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പം നല്ല ഫലപ്രദമായ പ്ലാനിങ് ആവശ്യമാണ്. ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഫോർ ഇഫക്റ്റീവ് കൊളാബറേഷൻ ഈസ് ടൈം ഫോർ പ്ലാനിങ്, ടൈം ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ടൈം ഫോർ ഇവാലുവേറ്റിംഗ്. ഫലപ്രദമായ കൊളാബറേഷൻ്റെ വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ്ങിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ ടൈം ഫോർ ഡെവലപ്മെൻറ്റ്, ഈ പ്രവർത്തനങ്ങളൊക്കെ വികസിപ്പിക്കാൻ ആവശ്യമായ, നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, അതിനനുസൃതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അത് വികസിപ്പിച്ചെടുക്കുക, അതിന് ടൈം കാണും. ആൻഡ് ടൈം ഫോർ ഇവാലുവേറ്റിംഗ്, അതുപോലെ തന്നെ മൂല്യനിർണ്ണയത്തിലുള്ള സമയം. അപ്പോൾ ഇതിനൊക്കെ സമയം ആവശ്യമാണ്. പ്ലാനിങ്ങിൽ വേണം, ഡെവലപ്മെൻറ്റിന് വേണം, ഇവാലുവേഷന് വേണം. അതാണ് ഇഫക്റ്റീവ് കൊളാബറേഷനിലെ അധ്യാപകർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. പ്ലാനിങ് ഷുഡ് ടേക്ക് പ്ലേസ് അറ്റ് ദ ഡിസ്ട്രിക്ട് ആൻഡ് ബിൽഡിംഗ് ലെവൽസ്. രണ്ട് ലെവലിൽ, രണ്ട് തലത്തിൽ പ്ലാനിങ് നടക്കേണ്ടതുണ്ട്. ഒന്ന് ഡിസ്ട്രിക്ട് ലെവൽ, ഒരു ജില്ലാ തലത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു പ്ലാനിങ് വേണം. പിന്നെ ബിൽഡിംഗ് ലെവൽസ് എന്ന് വെച്ചാൽ ഒരു സ്കൂൾ തലത്തിൽ എന്താണ്, അതിൻ്റെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രത്യേക പ്ലാനിങ് വേറെ വേണം. അപ്പോൾ ഡിസ്ട്രിക്ട് തലത്തിലും ബിൽഡിംഗ് തലത്തിലും എന്താണ്, പ്ലാനിങ് ആവശ്യമാണ്. District planning helps to ensure that all resources will be available, including time, money and professional assistance. ജില്ലാ തലത്തിലുള്ള ആസൂത്രണം എന്ന് പറയുന്നത് അത് സഹായിക്കുന്ന എന്തിനാണ്? റിസോഴ്സുകൾ, വിഭവങ്ങൾ അവൈലബിൾ ആണ്. എല്ലാത്തരം വിഭവങ്ങളും എന്താണ്, അവൈലബിൾ ആണോ? അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ടൈം, മണി ആൻഡ് പ്രൊഫഷണൽ അസിസ്റ്റൻസ്, സമയം, അതുപോലെ തന്നെ ധനം, അതിന് ആവശ്യമായ ഫണ്ടിങ്, അതുപോലെ പ്രൊഫഷണലായിട്ടുള്ള അസിസ്റ്റൻസ്, സഹായങ്ങൾ, തൊഴിൽപരമായുള്ള സഹായങ്ങൾ, ഇതൊക്കെ ലഭ്യമാവുന്നു എന്ന് ഉറപ്പുവരുത്തലാണ് ഡിസ്ട്രിക്റ്റ് തലത്തിലുള്ള പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡിസ്ട്രിക്റ്റിലുള്ള മൊത്തം സ്കൂളുകളിലും അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, ഇത് ഫലപ്രദമായ രീതിയിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടത്താൻ ആവശ്യമായ രീതിയിലുള്ള സമയം, അതിനുള്ള ഫണ്ടിങ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഫഷണൽ അസിസ്റ്റൻസ് ഒക്കെ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ബിൽഡിംഗ് ലെവൽ പ്ലാനിങ് വിൽ അസിസ്റ്റ് ദ ടീംസ് ഇൻ ബീയിങ് ഷുവർ അഡിക്വേറ്റ് സപ്പോർട്ട് ഇൻ പ്ലേസ് ടു സസ്റ്റെയിൻ ന്യൂ ഇനിഷ്യേറ്റീവ്സ്. എന്നാൽ ബിൽഡിംഗ് ലെവൽ പ്ലാനിങ്, അതായത് സ്കൂൾ തലത്തിലുള്ള പ്ലാനിങ് എന്ന് പറയുമ്പോൾ
അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ടീമിനെ, അതായത് കൊളാബറേറ്റീവ് ടീച്ചിങ് നടത്തുന്ന ടീമിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? ഇൻ ബീയിങ് ഷ്യൂർ അഡിക്വേറ്റ് സപ്പോർട്ട് ഇൻ പ്ലേസ് ടു സസ്റ്റെയിൻ ന്യൂ ഇനിഷ്യേറ്റീവ്സ്. പുതിയ ഇനിഷ്യേറ്റീവ്സൊക്കെ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് മുൻകൈയ്യെടുത്തുകൊണ്ട്, ഇവർ അധ്യാപകർ മുൻകൈയ്യെടുത്തുകൊണ്ടുള്ള പുതിയ ഇനിഷ്യേറ്റീവ്സ് അത് ഡെവലപ്പ് ചെയ്യാനും അത് നിലനിർത്താനും അതിനുള്ള അഡിക്വേറ്റ് സപ്പോർട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ബിൽഡിംഗ് ലെവൽ പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്കൂൾ തലത്തിലുള്ള പ്ലാനിങ്ങിൽ പുതിയ ഇനിഷ്യേറ്റീവ്സ് എടുക്കണം, ഇന്നോവേഷൻസ് ഒക്കെ നടത്തണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ സ്കൂൾ തലം പ്ലാനിങ്ങിൽ ഉണ്ടാവണം. പ്രിൻസിപ്പൽസ് പ്ലേ ആൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ലീഡർഷിപ്പ് റോൾ ഇൻ ഫെസിലിറ്റേറ്റിംഗ് കൊളാബറേറ്റീവ് എഫേർട്സ് ബൈ ഇൻസ്ട്രക്ഷണൽ പേഴ്സണൽ. ഇവിടെ പ്രിൻസിപ്പൽമാർ, അത് സ്കൂളിലെ പ്രിൻസിപ്പൽസ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റേഴ്സ് എന്താണ്, അവർക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്, വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. ഇതിനാണ് ഇമ്പോർട്ടൻറ്റ് ലീഡർഷിപ്പ് റോൾ. നേരത്തെ നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? വ്യത്യസ്ത തരം ലീഡർഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പ്രിൻസിപ്പളാണ് ഒരു പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് എന്ന്. ലീഡർഷിപ്പിൻ്റെ 3 തലം നമ്മൾ പഠിച്ചു. 4 തരം ലീഡർഷിപ്പിൽ പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞു പ്രിൻസിപ്പൾ ഏറ്റവും പ്രധാനപ്പെട്ട അതോറിറ്റിയാണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അപ്പം എല്ലാത്തിനും ലീഡർഷിപ്പ് കൊടുക്കേണ്ട ആളാണ് പ്രിൻസിപ്പൽ. വളരെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് റോള് എന്ത് ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു പ്രിൻസിപ്പള്. എന്തിന്? ഇൻ ഫെസിലിറ്റേറ്റിംഗ് കൊളാബറേറ്റീവ് എഫേർട്സ് ബൈ ഇൻസ്ട്രക്ഷണൽ പേഴ്സണൽ. ബോധന സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റിസോഴ്സ് ടീമുകൾ, അധ്യാപകർ, അവരുടെ കൊളാബറേറ്റീവ് എഫേർട്സ് അതിനെ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം, ഫെസിലിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചറും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറും ചേർന്ന് കൊണ്ടുള്ള അവരുടേതായ കൂട്ടായ്മ, ആ കൂട്ടായ്മയ്ക്ക് ആവശ്യമായ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുക എന്നുള്ളതാണ് പ്രിൻസിപ്പലിൻ്റെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ വളരെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. Both district and building level planning should provide staff development opportunities to encourage teachers and administrators to participate in classes, workshops, seminars, and or professional conferences on cooperative teaching. ജില്ലാ തലത്തിലും ബിൽഡിംഗ് തലത്തിലുള്ള പ്ലാനിങ് എന്ത് ചെയ്യണം? ഷുഡ് പ്രൊവൈഡ് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ സ്റ്റാഫിൻ്റെ വളർച്ച, വികാസവും, അതായത് പ്രൊഫഷണലായ സ്റ്റാഫിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിനാവശ്യമായിട്ടുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്യണം. ടു എൻകറേജ് ടീച്ചേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അധ്യാപകരെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭരണ ചുമതല നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെയും എന്ത് ചെയ്യണം? പിന്നെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ക്ലാസ്സസ്. അതുവരെ ബന്ധപ്പെട്ട് നടത്തുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ. വ്യത്യസ്ത തരം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമല്ലോ, എങ്ങനെ നല്ല ഇഫക്റ്റീവായിട്ടുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ട് ഒരു കൊളാബറേറ്റീവ് ടീച്ചിങ് നടത്താമെന്നുള്ളതിൻ്റെ ക്ലാസ്സുകൾ. അതുപോലെ വർക്ക്ഷോപ്സുകൾ, ശില്പശാലകൾ, സെമിനാറുകൾ ആൻഡ് ഓർ പ്രൊഫഷണൽ കോൺഫറൻസസ്, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കോൺഫറൻസുകൾ ഓൺ കോപ്പറേറ്റീവ് ടീച്ചിങ്ങിന്, കൂട്ടായ്മയിൽ കൂടിയുള്ള ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, വർക്ക്ഷോപ്സ്, സെമിനാർസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോൺഫറൻസസ് എന്ത് ചെയ്യണം? അതിൽ അധ്യാപകരെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനങ്ങൾ നൽകണം, എല്ലാവിധ അവസരങ്ങളും അവർക്ക് നൽകണം. അത് ഡിസ്ട്രിക്റ്റ് ആൻഡ് ബിൽഡിംഗ് ലെവൽ പ്ലാനിങ് 2 കൂട്ടരും ചെയ്യണം. ഡിസ്ട്രിക്ട് തലത്തിലും ബിൽഡിംഗ് ലെവൽ പ്ലാനിങ്ങിലുള്ളവരും ചുമതല നിർവഹിക്കുന്നവരും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. Planning also is a factor in selecting the students who will be the part of the collaborative process. പിന്നെ ഏതെല്ലാം കുട്ടികളെയാണ് ഈ കൊളാബറേറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമായി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതിനും കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് നാച്ചുറൽ പ്രൊപ്പോർഷൻ ഓഫ് ടിപ്പിക്കൽ സ്റ്റുഡൻസ് ഐഡൻറ്റിഫൈഡ് ആസ് ബീങ് അറ്റ് റിസ്ക് ആൻഡ് സ്റ്റുഡൻസ് ഹു ഹാവ് ബീൻ ഫൗണ്ട് ടു ഹാവ് ഡിസബിലിറ്റീസ്. വളരെ പ്രധാനമാണെന്ത്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് നാച്ചുറൽ പ്രൊപ്പോർഷൻ, കൃത്യമായൊരു അനുപാതം ഉണ്ടാകണം, ഓഫ് ടിപ്പിക്കൽ സ്റ്റുഡൻസ്, സാധാരണ കുട്ടികൾ, സ്റ്റുഡൻസ് ഐഡൻറ്റിഫൈഡ് ആസ് ബീങ് അറ്റ് റിസ്ക്. ഇപ്പോൾ റിസ്ക് വിഭാഗത്തിൽ വരുന്ന കുട്ടികളെ
അതായത് നമ്മൾ വ്യത്യസ്ത തരം ഡിസബിലിറ്റീസ് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികൾ. ആൻഡ് സ്റ്റുഡൻസ് ഹാവ് ബീൻ ഫൗണ്ട് ടു ഹാവ് ഡിസബിലിറ്റീസ്. വ്യത്യസ്ത തരം റിസ്ക് അഭിമുഖീകരിക്കുന്ന അതുപോലെ തന്നെ വ്യത്യസ്ത തരം ഡിസബിലിറ്റീസ് അനുഭവിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ടിപ്പിക്കലായിട്ടുള്ള സ്റ്റുഡൻസ്, നോർമൽ സ്റ്റുഡൻസ്, ഇവരെയൊക്കെ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് നാച്ചുറലായിട്ടുള്ള ഒരു അനുപാതം ഈ കൊളാബറേറ്റീവ് പ്രോസസ്സിൽ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ 3 വിഭാഗത്തിൽ നിന്നും എന്ത് ചെയ്യണം തുല്യമായ അനുപാതം വേണം. ടിപ്പിക്കൽ സ്റ്റുഡൻസ്, അതുപോലെ റിസ്ക് അനുഭവപ്പെടുന്ന കുട്ടികൾ, അതുപോലെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ, ഇവർക്ക് തുല്യമായ അനുപാതം നമ്മളിത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് കൊളാബറേറ്റീവ് ക്ലാസ്സിൽ. കോ പ്ലാനിങ് മസ്റ്റ് ടേക്ക് പ്ലേസ് അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക്. ഒരുമിച്ചുള്ള പ്ലാനിങ് നടക്കണം ചുരുങ്ങിയത് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും കോ പ്ലാനിങ് നടക്കണം. Walter Thomas and her colleagues found that 5 planning themes were identified by co-teachers who considered to be effective co-planner. വാൾട്ടർ തോമസും അവരുടെ സഹപ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അവർ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഇത്. 5 പ്ലാനിങ് തീംസ്, 5 ആശയങ്ങൾ, പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ബൈ കോ ടീച്ചേഴ്സ് ഹു കൺസിഡർ ടു ബി ഇഫക്റ്റീവ് കോ പ്ലാനർ. ഇഫക്റ്റീവ് കോ പ്ലാനർ ആണെന്ന് പരിഗണിക്കപ്പെടുന്ന കോ ടീച്ചേഴ്സിനാൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള 5 പ്ലാനിങ് ആയിട്ട് ബന്ധപ്പെട്ട 5 ആശയങ്ങളെ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, വാൾട്ടർ തോമസും അവരുടെ സഹപ്രവർത്തകർ. ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം നമുക്ക്. ഒന്നാമത് കോൺഫിഡൻസ് ഇൻ പാർട്ട്ണർ സ്കിൽസ്. പാർട്ട്ണർ സ്കിൽസിൽ ആത്മവിശ്വാസം വേണം. പാർട്ട്ണർ സ്കിൽസ് എങ്ങനെയായി കൂട്ടായ്മയിൽ കൂടി പ്രവർത്തിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുക, എങ്ങനെയാണ് കൂട്ടായ്മയിൽ കൂടി കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, ഇതൊരു സ്കില്ലാണ്, ഇതൊരു നൈപുണ്യമാണ്. അപ്പോൾ അതിലൊരു കോൺഫിഡൻസ് ഉണ്ടാവണം, ആത്മവിശ്വാസം വേണം. അതുപോലെ ഡിസൈൻ ഓഫ് ലേണിംഗ് എൻവയറമെൻറ്റ്സ് ഫോർ ബോത്ത് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ദാറ്റ് റിക്വയർ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എഡ്യൂക്കേറ്റേഴ്സിനും അധ്യാപകർക്കും നല്ലൊരു പഠനാന്തരീക്ഷം ഡിസൈൻ ചെയ്യണം. എന്നാൽ എല്ലാ കുട്ടികളുടെയും ഈ അധ്യാപകരുടെയും ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു പഠനാന്തരീക്ഷം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത് വരുന്നത് ക്രിയേഷൻ ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് എൻവയറമെൻറ്റ്സ് ഇൻ വിച്ച് ഈച്ച് പേഴ്സൺസ് കോൺട്രിബ്യൂഷൻസ് ആർ വാല്യൂഡ്. ഓരോ വ്യക്തിയുടെയും സംഭാവനകളിൽ വാല്യൂ ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് എൻവയറമെൻറ്റ് സൃഷ്ടിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് വാല്യൂ ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്. നാലാമത് വരുന്ന ഡെവലപ്മെൻറ്റ് ഓഫ് ഇഫക്റ്റീവ് റൊട്ടീൻസ് ടു ഫെസിലിറ്റേറ്റ് ഇൻ ഡെപ്ത് പ്ലാനിങ്. ഇൻഡെപ്തായിട്ട് ആഴത്തിലുള്ള പ്ലാനിങ്, ആസൂത്രണം പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി ആൻഡ് കൊളാബറേഷൻ ഓവർ ടൈം. ഇൻക്രീസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി, ഉൽപ്പന്നം, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ കൂട്ടായ്മ, ഇതെല്ലാം വർദ്ധിപ്പിക്കണം. പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം. അതായത് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് കൊളാബറേറ്റീവ് ആൻഡ് കോപ്പറേറ്റീവ് ടീച്ചിങ് കൊണ്ട് എന്താണോ കുട്ടികളിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്, ഒരു പ്രൊഡക്റ്റ്, അത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അത് വർദ്ധിപ്പിക്കണം. അതാണ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ഫലപ്രാപ്തി വേണമെന്നർത്ഥം. അതുപോലെ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ കൊളാബറേഷൻ ഓവർ ടൈം. അപ്പം ഒരു കാലക്രമത്തിൽ ഒരു നിശ്ചിത സമയത്തിനകത്തുകൊണ്ട് എന്തെല്ലാം പ്രൊഡക്ട്സുകൾ ഉണ്ടാവണം, എന്തെല്ലാം ക്രിയേറ്റീവ് വർക്സുകൾ ഉണ്ടായി വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചിട്ട് അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇത്രയാണ് വാൾട്ടർ തോമസും അവരുടെ സഹപ്രവർത്തകരും കണ്ടെത്തിയിട്ടുള്ള 5 പ്ലാനിങ് തീംസ് എന്ന് പറയുന്നത്. ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് വേറൊന്നിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധ്യാപകർക്കുള്ള പരിശീലനങ്ങൾ ഇപ്പോൾ B.Ed TTC കിട്ടിയത് കൊണ്ട് മാത്രം അവർ പൂർണ്ണമാവുന്നില്ല. കാരണം പിന്നെ അവർ സർവീസിൽ പ്രവേശിച്ചതിന് ശേഷം
ഇതുവരെ ബന്ധപ്പെട്ട ഒത്തിരി ഇഷ്യൂസ്, ബോധന സമ്പ്രദായങ്ങളിൽ മാറ്റങ്ങൾ വരും, കാഴ്ചപ്പാടുകൾ മാറ്റം വരും. പിന്നെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസം അല്ലെങ്കിൽ ഓരോ ദിവസവും തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ടീച്ചർ എഡ്യൂക്കേഷൻ ആവശ്യമാണ് അധ്യാപകർക്ക്. അതുപോലെ അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തീകരിക്കത്തക്ക രീതിയിൽ കുട്ടികളെ അതിന് സജ്ജരാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും അവരുടെ ആയുധം മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. നമുക്കറിയാം, ഒരു ആശാരിയെ നമുക്ക് പണിക്ക് വിളിച്ചാൽ അദ്ദേഹം ഇന്ന് പണി കഴിഞ്ഞ് പോയാൽ നാളെ പണിക്ക് വരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ചെയ്യുന്നൊരു പണിയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ, പുളിയും മറ്റ് സാമഗ്രികളൊക്കെ എന്താണ്? മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ കൊല്ലൻ്റെ ആലയിൽ കൊണ്ടുപോയി മൂർച്ച കൂട്ടിക്കും, അല്ലെങ്കിൽ അതിന് ഉപകരണം അദ്ദേഹത്തിന് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മൂർച്ച കൂട്ടിയിട്ടാണ് പിറ്റേന്ന് രാവിലെ അങ്ങോട്ട് വരിക, പണിക്ക് വരിക. അത് ചെയ്തില്ലെങ്കിൽ ശരിയായ രീതിയിൽ പണിയെടുക്കാൻ പറ്റില്ല. മരം കേട് വരും, തടി കേട് വരും. അപ്പോൾ മുതലാളി എന്ത് ചെയ്യും? വഴക്ക് പറയും. അപ്പം ഉൽപ്പന്നങ്ങൾ നന്നാവില്ല, അയാൾക്ക് കൂലി കിട്ടൂല, അല്ലെങ്കിൽ അയാൾ പിരിച്ചുവിടും, അയാൾക്ക് പണി ഉണ്ടാവില്ല. അപ്പോൾ അയാളുടെ പ്രൊഫഷൻ അത് നല്ല രീതിയിൽ ചെയ്യാതെ ആ സ്കിൽസ് ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അയാളുടെ വർക്ക് ചെയ്യാൻ അയാളുടെ ആയുധം മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കും. എല്ലാ പണിക്കാരും തന്നെ. ഒരു കൈക്കോട്ട് പണിക്കാരാണെങ്കിൽ അയാൾ കൈക്കോട്ട് എന്ത് ചെയ്യും? പണിയൊക്കെ കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യും? അത് മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മൂർച്ച കൂട്ടി നന്നാക്കും. മരം വെട്ടുകാരനാണെങ്കിൽ കോടാലി നന്നാക്കും. എല്ലാവരും അവരുടെ ആയുധങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്നാൽ പിന്നെ അധ്യാപകൻ്റെ ആയുധം എന്താ? നമുക്കിതൊന്നും വേണ്ട എന്നുള്ള ചിന്തയാണ് അല്ലേ? അപ്പം രാവിലെ എണീച്ചിട്ട് കുളിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ബാഗെടുത്ത് ചോറ് എടുത്താൽ പോവുക, സ്കൂളിൽ പോവുക, എന്നിട്ട് പുസ്തകം എടുത്ത് പഠിപ്പിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരിക്കലും അധ്യാപകന് ഭൂഷണമല്ല. പരമ്പരാഗതമായ അധ്യാപകരായിരുന്നാലും ഇന്നത്തെ സാഹചര്യത്തിലുള്ള അധ്യാപകരായിരുന്നാലും ഒരു കുട്ടികളുടെ മുമ്പിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മുടെ മുന്നിലുള്ള കുട്ടികൾ അവരെക്കുറിച്ചുള്ള കൃത്യമായൊരു വിഷനോട് കൂടി. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പോയപ്പോൾ ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താണ്, വ്യത്യസ്ത തരം കുട്ടികൾ ഈ പറഞ്ഞ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ സാധനം വരും അതിനകത്ത്. സൈക്കോളജിയിൽ ഇതുവരെ ഡിസ്കസ് ചെയ്തെല്ലാം വരും, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഡിസ്കസ് ചെയ്തെല്ലാം വരും. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളെ മക്കളെങ്ങനെയാണ്, എന്താണ് ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾ, ഇന്നലെ എൻ്റെ ക്ലാസ് ഇഫക്റ്റീവായിരുന്നോ, കുട്ടിയൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ, ആരെങ്കിലും ഞാൻ പരിഗണിക്കാതിരുന്നിട്ടുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഡിസബിലിറ്റിയുള്ള കുട്ടികൾക്ക് ഞാൻ പ്രത്യേകം ഫോക്കസ് ചെയ്തു വല്ലതും കൊടുത്തു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സ്വയം ചിന്തിക്കണം. അപ്പോൾ അതൊരു ബന്ധപ്പെട്ട തിയറിക്കലായിട്ടുള്ള അറിവുകൾ കുറവുണ്ടെങ്കിൽ അത് നേടിയെടുക്കണം. അതിന് പരിശീലനം ആവശ്യമാണ്. അപ്പോൾ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള നോളജ്, അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക, നൈപുണികൾ വികസിപ്പിച്ചെടുക്കുക. എന്നിട്ട് നല്ല കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പിറ്റേന്ന് ക്ലാസ്സിലേക്ക് പോകുമ്പോഴേ അയാളും നമ്മൾ ഈ ആശാരിൻ്റെ മാതിരി ആയുധം മൂർച്ച കുട്ടി വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നന്നായിട്ട് പ്ലാനിങ് നടത്തിയിട്ട് ഒരു ലെസൺ പ്ലാനൊക്കെ കൃത്യമായിട്ട് അതിനനുസൃതമായ ലെസൺ പ്ലാനൊക്കെ എഴുതിയിട്ട് ക്ലാസ് എടുക്കുക. വീണ്ടും റിവ്യൂ ചെയ്യുന്നു. പിറ്റേന്ന് വീണ്ടും വരുമ്പോൾ വീണ്ടും കുറച്ചുകൂടി മൂർച്ച കുട്ടിക്കിട്ട് വരുന്നു. അങ്ങനെ തന്നെ ദിവസവും മെച്ചപ്പെടുത്തി കൊണ്ടുപോകുമ്പോഴേ കുട്ടികളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത് ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. കൊളാബറേഷൻ ഷുഡ് ആൾസോ ബി പാർട്ട് ഓഫ് ടീച്ചർ പ്രിപ്പറേഷൻ പ്രോഗ്രാംസ്. ഈ കൊളാബറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടീച്ചർ പ്രിപ്പറേഷൻ പ്രോഗ്രാംസ് അതും കൂടി ആയിരിക്കണം. അധ്യാപകനെ സന്നദ്ധനാക്കാൻ, അധ്യാപകനെ തയ്യാറെടുപ്പിക്കാൻ, അധ്യാപകനെ എല്ലാ രീതിയിലും എക്വിപ്പ് ചെയ്യാൻ ആവശ്യമായ രീതിയിൽ പ്രവർത്തനങ്ങളും കൂടി കൊളാബറേഷനിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. Every teacher needs to study teaching techniques, subject areas, disability, individualization, accommodations and skills for collaboration in the classroom. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാകുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തമാണ് അധ്യാപകന്. ഓരോ അധ്യാപകനും ആവശ്യമാണെന്ത്? ടു സ്റ്റഡി ടീച്ചിങ് ടെക്നിക്സ്, ബോധന ടെക്നിക്സുകൾ. നമ്മളിപ്പോൾ ടീച്ചിങ് ടെക്നിക്സുകൾ പഠിച്ചിട്ടുണ്ട്. ബോധന സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടെക്നിക്സുകൾ നമ്മൾ ഓപ്ഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ടീച്ചിങ് ടെക്നിക്സ് നന്നായിട്ട് പഠിക്കണം. അതുപോലെ സബ്ജക്റ്റ് ഏരിയാസ്, അവർ പഠിപ്പിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ്റ്, അതുവരെ ബന്ധപ്പെട്ട ആഴത്തിലുള്ള അറിവ് വേണം. അതുപോലെ ഡിസബിലിറ്റി, കുട്ടികളുടെ ഡിസബിലിറ്റിനെ കുറിച്ചുള്ള അവബോധം വേണം, വ്യത്യസ്ത തരം ഡിസബിലിറ്റി. ഇൻഡിവിജ്വലൈസേഷൻ,
ഓരോ വ്യക്തിഗതമായിട്ട് കുട്ടികളെ എങ്ങനെ നമ്മൾ ബോധനം നടത്തും, ഓരോ വ്യക്തികളുടെ വ്യത്യാസം അനുസരിച്ചിട്ട്, ഓരോ വ്യക്തിയുടെ നീഡ് അനുസരിച്ചിട്ട് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, കരിക്കുലത്തിൽ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വ്യക്തിഗതമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നൽകും. അതിനെക്കുറിച്ച് അറിവ് വേണം. അക്കോമഡേഷൻസ് ആൻഡ് സ്കിൽസ് ഫോർ കൊളാബറേഷൻ ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ ശരിയായ രീതിയിലുള്ള കൊളാബറേഷൻ ക്ലാസ് റൂം നടത്തണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നൈപുണികൾ എന്തൊക്കെയാണ്, എന്തെല്ലാം നൈപുണികൾ ഞാൻ വികസിപ്പിച്ചെടുക്കണം. അപ്പോൾ ഓരോ ടീച്ചർക്കും ഇത് ആവശ്യമാണത്. ടീച്ചിങ് ടെക്നിക്സ്, സബ്ജക്റ്റ് ഏരിയാസ്, ഡിസേബിലിറ്റി, ഇൻഡിവിജ്വലൈസേഷൻ, അതുപോലെ അക്കോമഡേഷൻസ് ആൻഡ് സ്കിൽസ് ഫോർ കൊളാബറേഷൻ ഇൻ ദ ക്ലാസ് റൂം. Teachers, related service providers and administrators will benefit from research findings on collaborative teaching, inclusion and related subjects. അധ്യാപകർ, അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡേഴ്സ്, ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നവർ, അതുപോലെ തന്നെ ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഭരണ നിർവഹണം നടത്തുന്നവർ, അവർക്കൊക്കെ വിൽ ബെനിഫിറ്റ് ഫ്രം റിസർച്ച് ഫൈൻഡിങ്സ് ഓൺ കൊളാബറേറ്റീവ് ടീച്ചിങ്. കൊളാബറേറ്റീവ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫൈൻഡിങ്സുകൾ, തിരിച്ചറിവുകൾ അവർക്ക് ബെനിഫിറ്റ് ചെയ്യും. ഇൻക്ലൂഷൻ ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ്, കൊളാബറേറ്റീവ് ടീച്ചിങ്, അതുപോലെ തന്നെ ഇൻക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന റിസർച്ച് ഫൈൻഡിങ്സ്, അതുപോലെ റിലേറ്റഡ് സബ്ജക്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ, വിഷയങ്ങൾ, അതിലൊക്കെ ഉള്ള റിസർച്ച് ഫൈൻഡിങ്സ്, പുതിയ പുതിയ കണ്ടെത്തലുകൾ ടീച്ചേഴ്സിനും സർവീസ് പ്രൊവൈഡേഴ്സിനും അഡ്മിനിസ്ട്രേഷനും ഒക്കെ എന്ത് ചെയ്യും, ഗുണപ്രദമായിരിക്കും. അതാണ് നമ്മൾ ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ കൊളാബറേറ്റീവ് ടീച്ചിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഫലപ്രദമായ കൊളാബറേഷൻ എങ്ങനെ നടത്തണം, ടീച്ചറിൻ്റെ റോള് എന്തൊക്കെയെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചില ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ആൻഡ് മെത്തേഡ് ഓഫ് മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ നമ്മൾ ആവശ്യം പിന്തുടരേണ്ട ഒരു രീതിയാണെന്ന് മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തലത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ ലെവൽ അനുസരിച്ചിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുക, ബോധനം നടത്തുക എന്നുള്ളതാണ്. മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ ഓർ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഈസ് ആൻ അപ്രോച്ച് ടു പ്ലാനിങ് സോ ദാറ്റ് one lesson is taught to the entire class while meeting the individual needs of each child. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ദിവസം ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. അതായത് ജനറൽ കരിക്കുലത്തിലെ ഇൻഡിവിജ്വൽ നീഡ്സ് അനുസരിച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്, കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകുന്നതാണല്ലോ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. അത് തന്നെയാണ് ഈ സംഭവം ഈ മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എൻ അപ്രോച്ച് ടു പ്ലാനിങ് സോ ദാറ്റ് വൺ ലെസൺ ഈസ് ടോട്ട് ടു ദ എൻറ്റയർ ക്ലാസ് വൈൽ മീറ്റിംഗ് ദ ഇൻഡിവിജ്വൽ നീഡ്സ് ഓഫ് ഈച്ച് ചൈൽഡ്. ഓരോ കുട്ടിയുടെയും വ്യക്തിഗതമായ ആവശ്യങ്ങൾ മീറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെസനെ, ഒരു പാഠത്തെ എന്ത് ചെയ്യാണ്, എൻറ്റയർ ക്ലാസ്സിന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ കുട്ടികളും കൂടിയിട്ടാണ് പാഠം പഠിപ്പിക്കുമ്പോൾ ഓരോ കുട്ടീൻ്റെ ഇൻഡിവിജ്വൽ നീഡ്സ് പരിഗണിച്ചുകൊണ്ട് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. Just as everyone has unique fingerprint, each student has an individual style of learning. നമുക്ക് ഓരോരുത്തർക്കും എന്താണ് യുണീക്കായിട്ടുള്ള ഫിംഗർ പ്രിൻ്റ് ഉണ്ട് അല്ലേ. നമ്മളെ ഫിംഗർ പ്രിൻ്റ് എല്ലാവരുടെയും യുണീക്കാണല്ലോ. ഒരാൾ ഫിംഗർ പ്രിൻ്റ് വേറൊരാൾക്ക് ഉണ്ടാവില്ലല്ലോ ലോകത്ത് അല്ലേ. ആർക്കെങ്കിലും ഉണ്ടാവും, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഈ ഫിംഗർ പ്രിൻറ്റിന് ഇത്രയും വലിയ പ്രാധാന്യം നൽകുന്നത് നമ്മൾ എവിഡൻസുകളൊക്കെ ശേഖരിക്കുമ്പോൾ ഒക്കെ. അപ്പം ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും എന്താണ് അവരുടേതായ യുണീക്കായൊരു ഫിംഗർ പ്രിൻ്റ്. അതുപോലെ ഓരോ വിദ്യാർത്ഥിക്കും ഈച്ച് സ്റ്റുഡൻറ്റിന് എന്തുണ്ട്, ഹാസ് ആൻ ഇൻഡിവിജ്വൽ സ്റ്റൈൽ ഓഫ് ലേണിംഗ്. അവന് വ്യക്തിഗതമായിട്ട് ഒരു സ്റ്റൈൽ ഓഫ് ലേണിംഗ് ഉണ്ട്. എങ്ങനെയാണ് അവർ പഠിക്കുന്നത്, ഒരു പഠന രീതിയുണ്ട്. ഓരോ വ്യക്തിക്കും പഠിക്കുന്നതിനൊരു രീതിയുണ്ട്, വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കും മറ്റുള്ളവരിൽ നിന്നും. അത് യുണീക്കാണ്. യുണീക്കായിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽ ഓരോ കുട്ടിക്കുണ്ട്. Not all students in a classroom learn a subject in the same way or share the same level of ability. ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികളും എന്നാലേ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് ഒരേ രീതിയിലല്ല, അല്ലെങ്കിൽ ഒരേ ലെവൽ ഓഫ് എബിലിറ്റി അല്ല അവർ ഷെയർ ചെയ്യുന്നത്. വ്യത്യാസങ്ങളുണ്ടായിരിക്കും.
ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ഡിസൈനിങ് ആൻഡ് ഡെലിവറിങ് ഇൻസ്ട്രക്ഷൻ ടു ബെസ്റ്റ് റീച്ച് ഈച്ച് സ്റ്റുഡൻറ്റ്. അതുകൊണ്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിസൈനിങ് ആൻഡ് ഡെലിവറിങ് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷനെ, അതായത് ബോധന സമ്പ്രദായത്തെ ഡിസൈൻ രൂപകൽപ്പന ചെയ്യുകയും ബോധന സമ്പ്രദായത്തെ നടപ്പാക്കുകയും ചെയ്യുക. ടു ബെസ്റ്റ് റീച്ച് ഈച്ച് സ്റ്റുഡൻറ്റ്. ഓരോ വിദ്യാർത്ഥിയിലേക്കും അത് ഏറ്റവും നന്നായ രീതിയിൽ എത്തുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? ഡിസൈൻ ചെയ്യണം, അതുപോലെ ഡെലിവറി ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ഡിസൈനിങ് ആൻഡ് ഡെലിവറി ഇൻസ്ട്രക്ഷൻ ടു ബെസ്റ്റ് റീച്ച് ഈച്ച് സ്റ്റുഡൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ വിദ്യാർത്ഥിയിലേക്കും നല്ല രീതിയിൽ എങ്ങനെ ഇൻസ്ട്രക്ഷൻ എത്തുന്നു അത് ഉറപ്പുവരുന്ന രീതിയിലുള്ള എന്താണ് ഡിസൈനിങ്ങും ഡെലിവറിങ്, അതിൻ്റെ രൂപകൽപ്പന, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ്റെ രൂപകൽപ്പന, അതുപോലെ തന്നെ നടപ്പാക്കുന്ന ഒരു രീതി ആണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കരോൾ ആൻഡ് ടോംലിൻസൺ is a leader in the area of differentiated learning and a professor of education relationship, foundations and policy at the University of Virginia. വിർജീനിയ യൂണിവേഴ്സിറ്റിയിൽ ഇത് ഒരു പ്രൊഫസറാണ് ആര്? കരോൾ ആൻഡ് ടോമിൽസൺ എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റഡ് ലേണിങ്ങിൽ അദ്ദേഹം ഒരു ലീഡറാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോമിൽസൺ ഡിസ്ക്രൈബ്സ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആസ് ഫാക്ടറിങ് സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് ലെവൽസ് ഓഫ് റെഡിനെസ് ഫസ്റ്റ് ബിഫോർ ഡിസൈനിങ് എ ലെസൺ പ്ലാൻ. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ടോംലിൻസൺ എന്ത് ചെയ്യുന്നുണ്ട്? വിവരിക്കുന്നുണ്ട്. എന്താണ്? ആസ് ഫാക്ടറിങ് സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് ലെവൽസ് ഓഫ് റെഡിനെസ് ഫസ്റ്റ് ബിഫോർ ഡിസൈനിങ് എ ലെസൺ പ്ലാൻ. ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? കുട്ടികളെ ഇൻഡിവിജ്വൽ ലേണിംഗ് സ്റ്റൈലും അവരുടെ റെഡിനെസ് ലെവലും എന്ത് ചെയ്യണം? നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ലെസൺ പ്ലാൻ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോഴേ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ നടക്കുകയുള്ളൂ. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ mean touching the same material to all students using a variety of instructional strategies, or it may require the teacher to deliver lessons at varying levels of difficulty based on ability of each student. Differentiated instruction എന്ന് പറയുന്നത് എന്താണ്? ടീച്ചിങ് ദ സെയിം മെറ്റീരിയൽ ടു all സ്റ്റുഡൻസ്. ഒരേ മെറ്റീരിയൽ എല്ലാ കുട്ടികൾക്കും പഠിപ്പിക്കുകയാണ്. യൂസിങ് എ വെറൈറ്റി ഓഫ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്, ബോധന തന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരേ മെറ്റീരിയൽ തന്നെ എന്താണ് എല്ലാ കുട്ടികൾക്കും ഒരേ മെറ്റീരിയൽ തന്നെ വെച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ബോധനം നടത്തുകയാണ്. ഓർ ഇറ്റ് മേ റിക്വയർ ദ ടീച്ചർ ടു ഡെലിവർ ലെസൺസ് അറ്റ് വേരിയിങ് ലെവൽസ് ഓഫ് ഡിഫിക്കൽറ്റി ബേസ്ഡ് ഓൺ ദ എബിലിറ്റി ഓഫ് ഈച്ച് സ്റ്റുഡൻറ്റ്. ഓരോ കുട്ടിയുടെയും കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ വ്യത്യസ്ത തരത്തിലുള്ള ഡിഫിക്കൽറ്റി ലെവല് അതനുസൃതമായിട്ട് കൊണ്ട് എന്ത് ചെയ്യാണ്? ടീച്ചർ ബോധനം നടത്തുകയാണ്. ഫോർമാറ്റീവ് അസസ്മെൻറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ദിസ് മെത്തേഡ്. ഈ മെത്തേഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഫോർമാറ്റീവ് അസസ്മെൻ്റാണ്. ഫോർമാറ്റീവ് അസസ്മെൻ്റാണ് കുട്ടികളെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് ഹു പ്രാക്ടീസ് ഡിഫറൻഷിയേഷൻ ഇൻ ദ ക്ലാസ് റൂം മേ ഡിസൈൻ ലെസൺസ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് ലേണിംഗ് സ്റ്റൈൽസ്. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ക്ലാസ് റൂമിൽ നടത്തുന്ന അധ്യാപകർ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ലെസൺസ് എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യണം. ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് ലേണിംഗ് സ്റ്റൈൽസ്. കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലെസൺസാണ് അധ്യാപകൻ ഡിസൈൻ ചെയ്യണത്. അപ്പോൾ എല്ലാ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ അധ്യാപകൻ മനസ്സിലാക്കിയിട്ട് അതിന് അസൃതമായിട്ടുള്ള ഒരു ലെസനാണ് അധ്യാപകൻ ഡിസൈൻ ചെയ്യേണ്ടത്. ഗ്രൂപ്പ് സ്റ്റുഡൻസ് ബൈ ഷെയർഡ് ഇൻട്രസ്റ്റ്, topic or ability
ഫോർ അസൈൻമെൻറ്റ്സ്. സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? ഗ്രൂപ്പ് സ്റ്റുഡൻസ് ബൈ ഷെയർഡ് ഇൻട്രസ്റ്റ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന രൂപത്തിൽ കുട്ടികളെ ഗ്രൂപ്പ് ചെയ്യണം. ടോപ്പിക്ക് ഓർ എബിലിറ്റി ഫോർ അസൈൻമെൻറ്റ്സ്. ടോപ്പിക്കുകൾ, അതിലെ പിന്നെ അവരുടെ കഴിവുകൾ, അതായത് അസൈൻമെൻറ്റുകളൊക്കെ ചെയ്യാനുള്ള കഴിവുകൾ, ഇതിനനുസൃതമായി കൊണ്ട് എന്ത് ചെയ്യണം? കുട്ടികളെ ഗ്രൂപ്പ് ചെയ്യണം. അസസ് സ്റ്റുഡൻസ് ലേണിംഗ് യൂസിങ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ്. കുട്ടിയുടെ പഠനത്തെ എന്ത് ചെയ്യണം? വിലയിരുത്തണം. യൂസിങ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ്. ഫോർമാറ്റീവായിട്ടുള്ള അസസ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ എന്ത് ചെയ്യണം? പഠനത്തെ വിലയിരുത്തണം. അതുപോലെ മാനേജ് ദ ക്ലാസ് റൂം ടു ക്രിയേറ്റ് എ സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയറമെൻറ്റ്. ക്ലാസ് റൂമിൽ വളരെ സുരക്ഷിതമായിട്ടും ഉള്ള സപ്പോർട്ടീവായിട്ടുള്ള നല്ല രീതിയിൽ കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് നടത്തണം. കണ്ടിന്യൂലി അസസ് ആൻഡ് അഡ്ജസ്റ്റ് ലെസൺ കണ്ടന്റ് ടു മീറ്റ് സ്റ്റുഡൻസ് നീഡ്സ്. കുട്ടികളുടെ നീഡ്സ്, ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന രൂപത്തിൽ തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം? ലെസൺ കണ്ടന്റിനെ അസസ് ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അസസ്മെൻറ്റ് കൂടി മാറ്റങ്ങൾക്ക് വിധേയമാക്കണം എന്നർത്ഥം. അക്കോർഡിംഗ് ടു ടോംലിൻസൺ, ടീച്ചേഴ്സ് ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇൻസ്ട്രക്ഷൻ ത്രൂ 4 ways. ടോംലിൻസൻ്റെ അഭിപ്രായത്തിൽ അധ്യാപകർക്ക് ബോധന സമ്പ്രദായത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം 4 രീതികളിൽ കൂടി. ത്രൂ 4 ways. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടൻറ്റ്. പാഠ്യ വസ്തുതകൾ, കണ്ടൻറ്റ്. ദെൻ പ്രോസസ്സ്, അതിൻ്റെ പ്രക്രിയ. ദെൻ പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം. ആൻഡ് ലാസ്റ്റ്ലി ലേണിംഗ് എൻവയറമെൻറ്റ്, പഠനാന്തരീക്ഷം. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. കണ്ടൻറ്റ്, പ്രോസസ്സ്, പ്രോഡക്റ്റ്, ലേണിംഗ് എൻവയറമെൻറ്റ്. ഈ 4ഉം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്ക് കണ്ടൻറ്റിനെ കുറിച്ച് പറയാം. എന്താണ് കണ്ടൻറ്റ്? കണ്ടൻറ്റിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ഇൻസ്ട്രക്ഷനിൽ കണ്ടൻറ്റിനെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? ഫണ്ടമെൻ്റൽ ലെസൺ കണ്ടൻറ്റ് ഷുഡ് കവർ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലേണിംഗ് സെറ്റ് ബൈ ദ സ്കൂൾ, ഡിസ്ട്രിക്ട് ഓർ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ്. അടിസ്ഥാനപരമായിട്ട് ലെസൺ കണ്ടൻറ്റ് എങ്ങനെ ആയിരിക്കണം? പഠനത്തിൻ്റെ ഒരു നിലവാരം കവർ ചെയ്യണം. ഡിസ്ട്രിക്ട് ലെവലിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ നിലവാരത്തിൽ ഉള്ള ഒരു നിലവാരത്തിൽ ഉള്ളതാണെന്ന് കണ്ടൻറ്റ് നമ്മൾ ഉറപ്പുവരുത്തണം. സം സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റൂം മേ ബി കംപ്ലീറ്റ്ലി അൺഫെമിലിയർ വിത്ത് ദ കൺസെപ്റ്റ്സ് ഇൻ എ ലെസൺ. ചില കുട്ടികൾ, ക്ലാസ് റൂമിലെ ചില കുട്ടികൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ തീരെ പരിചയമില്ലാത്തവരായിരിക്കാം. സം സ്റ്റുഡൻസ് മേ ഹാവ് പേഴ്സണൽ മാസ്റ്ററി. എന്നാൽ ചില കുട്ടികൾക്കോ നന്നായിട്ട് വ്യക്തിഗതമായിട്ട് അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ആ ആശയമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പ്രാവീണ്യം നേടിയിട്ടുണ്ടാവും. അവർക്ക് നല്ല അറിവുണ്ടാവും ചില കുട്ടികൾക്ക്. ചില കുട്ടികൾക്കോ അവർക്ക് അൺഫെമിലിയറുമാണ്. ആൻഡ് സം സ്റ്റുഡൻസ് മേ ഓൾറെഡി ബി ഫെമിലിയർ വിത്ത് ദ കണ്ടന്റ് ബിഫോർ ദ ലെസൺ ബിഗിൻസ്. എന്നാൽ ചില കുട്ടികൾ പാഠം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? അവർ എന്താണ് ഓൾറെഡി ഫെമിലിയറാണ് വിത്ത് ദ കണ്ടൻറ്റ് അവർക്ക് നേരത്തെ അറിയാം. വളരെ മികച്ച കുട്ടികൾ, നേരത്തെ തന്നെ മുന്നറിവൊക്കെ ഉള്ള കുട്ടികൾ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കണ്ടൻറ്റിനെ കുറിച്ച് അവയർനെസ് ഉണ്ട്. അപ്പോൾ 3 തരം കുട്ടികൾ നമ്മൾ ക്ലാസ്സിലുണ്ടാവും. ഒന്ന് കംപ്ലീറ്റ്ലി അൺഫെമിലിയർ വിത്ത് ദ കൺസെപ്റ്റ് ഇൻ ലെസൺ. പാഠഭാഗത്തിലെ കൺസെപ്റ്റുകളെ കുറിച്ച് ഒരു തരത്തിലുള്ള അവബോധമാണ് ഇല്ലാത്ത, തീരെ അൺഫെമിലിയർ ആയിട്ടുള്ള കുട്ടികൾ. അവർക്കൊരു പരിചയമില്ല കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ ചില കുട്ടികൾ എന്താണ് പേഴ്സണലായിട്ട് അവർ പ്രാവീണ്യം നേടിയിട്ടുണ്ടാവും. കണ്ടൻറ്റ് ആയിട്ട് കൺസെപ്റ്റുകൾ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ പ്രാവീണ്യം ഉണ്ടായിരിക്കും. എന്നാൽ ചില കുട്ടികളോ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കണ്ടൻറ്റ് അവർക്ക് നന്നായിട്ട് ധാരണ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. The teacher may differentiate the content by designing activities for groups of students that cover various levels of Bloom's taxonomy, a classification of levels of intellectual behavior
ഗോയിങ് ഫ്രം ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ടു ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ബ്ലൂംസ് ടാക്സോണമി, ഓപ്ഷൻ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചർ കണ്ടൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എങ്ങനെയാ? ആക്ടിവിറ്റീസൊക്കെ രൂപകൽപ്പന ചെയ്തുകൊണ്ട് ഫോർ ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ ഗ്രൂപ്പുകളിൽ, ദാറ്റ് കവർ വേരിയസ് ലെവൽസ് ഓഫ് ബ്ലൂംസ് ടാക്സോണമി. ബ്ലൂംസ് ടാക്സോണമിൻ്റെ വ്യത്യസ്തമായ ലെവലുകളെ കവർ ചെയ്തുകൊണ്ട്. എന്താ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ലെവൽസ് ഓഫ് ഇൻ്റലക്ച്വൽ ബിഹേവിയർ. ബുദ്ധിപരമായ കുട്ടിയുടെ ബിഹേവിയർ, അതിൻ്റെ അത് എത്രത്തോളം ഉണ്ട് ഒരു കുട്ടികൾക്കുള്ള അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് അതിൻ്റെ ലെവല്. ഗോയിങ് ഫ്രം ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ടു ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്. ലോവർ ഓർഡർ ആയിട്ടുള്ള തിങ്കിങ് സ്കിൽസ്, താഴെ തട്ടിലുള്ള ചിന്താപരമായ നൈപുണികൾ, അതിൽ നിന്ന് തുടങ്ങിയിട്ട് ഉയർന്ന തലത്തിലുള്ള ചിന്താപരമായ നൈപുണികളിലേക്ക് എത്തുന്നത്. നമ്മൾ ഓപ്ഷനിലൊക്കെ വളരെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ ഇതൊക്കെ പരിഗണിക്കാറില്ലേ? ദ സിക്സ് ലെവൽസ് ആർ. ബ്ലൂംസ് ടാക്സോണമിയിൽ 6 ലെവലുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ്. എന്താണ് റിമെമ്പറിങ്? റിമെമ്പർ ഏറ്റവും താഴെത്തട്ടാണ് റിമെമ്പറിങ്, ഓർമ്മിക്കാനുള്ള കഴിവ്. അതിന് കുറച്ചുകൂടി ഉയർന്ന കഴിവാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞത്. കുറച്ചുകൂടി ഇൻ്റലക്ച്വലായിട്ടുള്ള കഴിവാണ്. ധാരണകളിലെത്തണം. അതിൽ ഓർമ്മിച്ചാൽ മാത്രം പോരാ, ഒരു ധാരണ ഉണ്ടാവണം. പഠിക്കുന്ന കാര്യങ്ങൾ കണ്ടൻറ്റിനെക്കുറിച്ച് ധാരണ, മനസ്സിലാക്കുക എന്നറിയുന്നത്. നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയും. മനസ്സിലാക്കുക എന്ന് പറയുന്നത് ശരിയായ ധാരണ ഉണ്ടാക്കുക. അപ്ലൈയിങ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പുതിയ സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. അത് കുറച്ചുകൂടി ഉയർന്ന തലമാണ് ഇൻ്റലക്ച്വൽ എബിലിറ്റി. അനലൈസിങ്, വസ്തുതകളെ, പഠിച്ചിട്ടുള്ള ആശയങ്ങളെ അപഗ്രഥിക്കുക. ഫാക്ട്സുകളെ, വസ്തുതകളെ, ആശയങ്ങളൊക്കെ അപഗ്രഥിക്കാനുള്ള കഴിവ് കുറച്ചുകൂടി ഉയർന്ന തലമാണ്. ഇവാലുവേറ്റിംഗ്, എന്നിട്ട് നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുക. പാഠ്യവസ്തുക്കൾ, നമ്മൾ പഠിച്ചിട്ടുള്ള ആശയങ്ങളെ, വസ്തുതകളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, മൂല്യനിർണ്ണയം നടത്തുക എന്നുള്ളത് കുറച്ചുകൂടി ഉയർന്ന ഇൻ്റലക്ച്വൽ സ്കില്ലാണ്. ക്രിയേറ്റിംഗ്, പിന്നെ ഏറ്റവും ഉയർന്ന തട്ടിലാണ് ക്രിയേറ്റിംഗ്. എന്താണ്? പുതിയ കാര്യങ്ങൾ കുട്ടി ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെ വെച്ചുകൊണ്ട് പുതിയ കണ്ടെത്തലുകൾ കുട്ടി നടത്തണം. ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടി ഏർപ്പെടണം. അത് ഒരു ഉയർന്ന തല, അത് ഏറ്റവും ബ്ലൂംസ് ടാക്സോണമിയിൽ ഏറ്റവും ഉയർന്ന തലമാണ്. അപ്പോൾ ഈ തലത്തിലാണ് കുട്ടികളുണ്ടാവുക, നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളുണ്ടാവുക എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ഹു ആർ unfamiliar with a lesson may be required to complete tasks on the lower levels, remembering and understanding. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലെസണുമായിട്ടുള്ള ഫെമിലിയർ അല്ലാത്ത കുട്ടികളുണ്ട്. അവർക്ക് എന്ത് വേണ്ടി വരും? they may be required to complete tasks on the lower levels. ലോവർ ലെവൽസ് ഉള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. എന്താ ലോവർ ലെവൽസ്? റിമെമ്പറിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. കുട്ടികൾക്ക് ഓർത്തെടുക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ്, ആശയങ്ങളെ ഗ്രഹിക്കാൻ. അപ്പോൾ അവരത് കംപ്ലീറ്റ് ചെയ്യണം. ആ ടാസ്കുകൾ, അത്തരം ടാസ്കുകൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ സ്റ്റുഡൻസ് വിത്ത് സം മാസ്റ്ററി മേ ബി ആസ്ക്ഡ് ടു അപ്ലൈ ആൻഡ് അനലൈസ് ദ കണ്ടൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചില കുട്ടികൾ മാസ്റ്ററി നേടിയിട്ടുണ്ടാവും, അതായത് പ്രാവീണ്യം നേടിയിട്ടുണ്ടാവും, കുറച്ചുകൂടി നല്ല അറിവ് അവർക്കുണ്ടാവും കണ്ടൻറ്റിനെ കുറിച്ച് അല്ലേ. അവരോട് എന്ത് ചെയ്യണം? ദേ മേ ബി ആസ്ക്ഡ് ടു അപ്ലൈ ആൻഡ് അനലൈസ് ദ കണ്ടൻറ്റ്. ഈ കണ്ടൻറ്റിനെ പുതിയ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാനും അതിനെ അപഗ്രഥിക്കുവാനും ആവശ്യപ്പെടണം. ആൻഡ് സ്റ്റുഡൻസ് ഹു ഹാവ് ഹൈ ലെവൽസ് ഓഫ് മാസ്റ്ററി മേ ബി ആസ്ക്ഡ് ടു കംപ്ലീറ്റ് ടാസ്ക് ഇൻ ദ ഏരിയാസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ്. എന്നാൽ ഉയർന്ന തലം മാസ്റ്ററിയുള്ള കുട്ടികളെ, അതായത് ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആശയങ്ങളൊക്കെ അറിയുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫെമിലിയർ ആയിട്ട് കുട്ടികളെ, ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കണ്ടൻറ്റൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള കുട്ടികൾ, ഹൈ ലെവൽസ് ഓഫ് മാസ്റ്ററിയുള്ള കുട്ടികൾ, അവരോട് എന്താ ആവശ്യപ്പെടണം? ദേ മേ ബി ആസ്ക്ഡ് ടു കംപ്ലീറ്റ് ടാസ്ക് ഇൻ ദ ഏരിയാസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ്. ഇവാലുവേഷനും ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട, ക്രിയേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കാൻ പറയണം.
ആ ഉയർന്ന തലത്തിലുള്ള ഇൻ്റലക്ച്വൽ എബിലിറ്റിയാണ്. ഇവാലുവേറ്റിംഗ് അതുപോലെ ആൻഡ് ക്രിയേറ്റിംഗ്. അപ്പോൾ ഇത്തരത്തിലായിരിക്കണം നമ്മൾ ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻ നൽകേണ്ടത്, മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ നൽകേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ കണ്ടൻറ്റിൽ എങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. മൾട്ടി ലെവലായ കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കണം എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പ്രോസസ്സിൽ എങ്ങനെ നോക്കാം. രണ്ടാമത് പ്രോസസ്സ്, പ്രക്രിയ, പഠന പ്രക്രിയയിൽ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഈച്ച് സ്റ്റുഡൻറ്റ് ഹാസ് എ പ്രിഫേർഡ് ലേണിംഗ് സ്റ്റൈൽ ആൻഡ് സക്സസ്ഫുൾ ഡിഫറൻഷിയേഷൻ includes delivering the materials to each style, visual, auditory and kinesthetic and through words. ഓരോ കുട്ടിക്കും ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള അവർ പ്രിഫർ ചെയ്യുന്ന ലേണിംഗ് സ്റ്റൈലുണ്ട്. അപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഫറൻഷിയേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിൽ ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? ഡെലിവറിങ് ദ മെറ്റീരിയൽ ടു ഈച്ച് സ്റ്റൈൽ, കുട്ടിയുടെ ഓരോ കുട്ടിയുടെയും ലേണിംഗ് സ്റ്റൈലിന് അനുസരിച്ചിട്ട് ഈ മെറ്റീരിയലിനെ കുട്ടിക്ക് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ടാസ്കുകൾ കൊടുക്കുക. അതൊക്കെ വിഷ്വലി നമ്മൾ പഠിച്ചാണല്ലോ, വിഷ്വലി, ഓഡിറ്ററി ആൻഡ് കൈനസ്തെറ്റിക് അല്ലേ? വിഷ്വലായിട്ടുള്ള ലേണിംഗ് സ്റ്റൈലുള്ള കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട് കാണാനുള്ള അവസരങ്ങൾ നൽകുന്ന രൂപത്തിൽ, ഓഡിറ്ററി ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈലുള്ളവർക്ക് കേൾക്കാനുള്ള അവസരങ്ങൾ, അതിന് കൈനസ്തെറ്റിക് അല്ലെങ്കിൽ കൈനറ്റിക് ആയിട്ടുള്ള ആ വിഭാഗത്തിൽ വന്ന കുട്ടിയൊക്കെ എന്ത് ചെയ്യുക, അവർ ടാക്റ്റൈൽ നമ്മൾ പഠിച്ചല്ലോ, അങ്ങനത്തെ കുട്ടിയൊക്കെ പ്രവർത്തിക്കാനും സ്പർശിക്കാനും ചലിച്ചിട്ട് അവർക്ക് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ട് ചെയ്യാൻ, അവരുടെ ബോഡി ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടുള്ള മൂവ്മെൻറ്റിൽ കൂടി അങ്ങോട്ടുള്ളൊക്കെ പിന്നെ കണ്ടും കേട്ടും പിന്നെ ഫീൽഡ് ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്, ഫീൽഡ് ട്രിപ്പ് ഒക്കെ പോയി അഭിമുഖമൊക്കെ നടത്തി ആ രൂപത്തിൽ ഒക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ. ആൻഡ് ത്രൂ വേർഡ്സ്, അതുപോലെ വാക്കുകളിൽ കൂടി. അപ്പോൾ ഈ ഓരോ വിഭാഗത്തിൻ്റെ ലേണിംഗ് സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് ഡിഫറൻഷിയേഷൻ പ്രോസസ്സിൽ. നോട്ട് ആൾ സ്റ്റുഡൻസ് റിക്വയർ ദ സെയിം amount of support from the teacher. എല്ലാ കുട്ടികൾക്കും അധ്യാപകരിൽ നിന്നും ഒരേ അളവിലുള്ള സപ്പോർട്ട് ആവശ്യമില്ല. ആൻഡ് സ്റ്റുഡൻസ് കുഡ് ചൂസ് ടു വർക്ക് ഇൻ പെയേഴ്സ്, അതുപോലെ കുട്ടികളെ പെയേഴ്സ് ജോഡികളായിട്ട് വർക്ക് ചെയ്യാൻ അനുവാദം കൊടുക്കണം. സ്മാൾ ഗ്രൂപ്പ്സ് ഓർ ഇൻഡിവിജ്വലി, അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട്. വ്യക്തിഗതമായിട്ടുള്ള വർക്കാണ് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ, സ്മാൾ ഗ്രൂപ്പ് ആക്കേണ്ടവർക്ക് അങ്ങനെ, ഈ രണ്ടുപേരുടെ ഗ്രൂപ്പ് ജോഡിയാക്കി ഉള്ള ഗ്രൂപ്പാണെങ്കിൽ അങ്ങനെ. മനസ്സിലായില്ലേ? അതിനുള്ള അവസരങ്ങൾ അവർ കൊടുക്കേണ്ടതുണ്ട്. വൈൽ സം സ്റ്റുഡൻസ് മേ ബെനിഫിറ്റ് ഫ്രം one-on-one interaction with the teacher or classroom aid, others may be able to progress by themselves. ചില കുട്ടികൾക്ക് ടീച്ചറുമായിട്ടുള്ള നേരിട്ടുള്ള ഇൻട്രാക്ഷനിൽ കൂടിയാണ് ബെനിഫിറ്റ് ഉണ്ടാവുക, കുട്ടികൾ പഠിക്കാൻ കഴിയുക. ടീച്ചറുമായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു പഠന സാമഗ്രിയായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ അതേഴ്സ് മേ ബി ഏബിൾ ടു പ്രോഗ്രസ് ബൈ ദംസെൽവ്സ്. എന്നാൽ ചില കുട്ടികൾക്ക് അവർക്ക് സ്വയം തന്നെത്താൻ തന്നെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. ടീച്ചറുമായിട്ടുള്ള one-on-one ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ക്ലാസ് റൂം എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള ഇൻട്രാക്ഷനോ ആവശ്യമില്ലാതെ തന്നെ സ്വയം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് ക്യാൻ എൻഹാൻസ് സ്റ്റുഡൻറ്റ് ലേണിംഗ് ബൈ ഓഫറിംഗ് സപ്പോർട്ട് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ നീഡ്സ്. കുട്ടികളെ പഠനത്തെ അധ്യാപകം വർദ്ധിപ്പിക്കണം എങ്ങനെ? ഇൻഡിവിജ്വൽ നീഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സപ്പോർട്ടുകൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ട്. ഇതാണ് പ്രോസസ്സിൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് പ്രോഡക്റ്റ്, ഉൽപ്പന്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളിൽ എങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ദ പ്രൊഡക്റ്റ് ഈസ് വാട്ട് ദ സ്റ്റുഡൻറ്റ് ക്രിയേറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലെസൺ ടു ഡെമോൺസ്ട്രേറ്റ് ദ മാസ്റ്ററി ഓഫ് ദ കണ്ടന്റ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാഠഭാഗം പഠിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അവസാനത്ത് കുട്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അവ എത്രമാത്രം പാഠഭാഗത്തിൽ പ്രാവീണ്യം നേടി അത് പ്രകടിപ്പിക്കാൻ കുട്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഉൽപ്പന്നം. അതെങ്ങനെയൊക്കെ ആവാം? ദിസ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ടെസ്റ്റ്സ്, പ്രോജക്ട്സ്, റിപ്പോർട്ട്സ് ഫോർ അതർ ആക്ടിവിറ്റീസ്. അത് ചില ടെസ്റ്റുകൾ അല്ലെങ്കിൽ പരീക്ഷകളാവാം, അല്ലേ? ടെസ്റ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടാവാം, അല്ലെങ്കിൽ പ്രോജക്റ്റുകളിൽ കൂടി ആവാം, അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസ്, അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? കുട്ടിയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. ടീച്ചേഴ്സ് മേ അസൈൻ സ്റ്റുഡൻസ് ടു കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ഷോ മാസ്റ്ററി ഓഫ് an educational concept in a way the student prefers based on learning style.
അപ്പം ഇവിടെയും കുട്ടികളെ ലേണിംഗ് സ്റ്റൈലിനെ ബേസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ലേണിംഗ് സ്റ്റൈൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അവരുടെ ഒരു പ്രകടനമാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. അപ്പം പ്രൊഡക്റ്റുകൾ ഉണ്ടായി വരണമെങ്കിൽ കുട്ടിയൊക്കെ വർക്ക് അസൈൻ ചെയ്യുമ്പോൾ എന്താണ് കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഒരു എഡ്യൂക്കേഷണൽ കൺസെപ്റ്റിൻ്റെ മാസ്റ്ററി അവന് പ്രകടിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള അവൻ്റെ ലേണിംഗ് സ്റ്റൈൽ അനുസരിച്ചിട്ടുള്ള ടാസ്ക് ആയിരിക്കണം നൽകേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ലേണിംഗ് എൻവയറമെൻറ്റ് എന്താണെന്ന് പരിശോധിക്കാം. അത് സ്ലൈഡ് ഉണ്ടാക്കിയപ്പോഴേ അത് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് വിശദീകരിക്കാം. ലേണിംഗ് എൻവയറമെൻറ്റ്, ദ കണ്ടീഷൻസ് ഫോർ ഓപ്റ്റിമൽ ലേണിംഗ് ഇൻക്ലൂഡ് ബോത്ത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എലമെൻറ്റ്സ്. ഓപ്റ്റിമൽ ലേണിംഗ്, കുട്ടിൻ്റെ പരമാവധി പഠനം നടക്കണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കലായിട്ട് സൈക്കോളജിക്കൽ ഘടകങ്ങളുണ്ട്, ശാരീരികമായിട്ടും മനഃശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. എ ഫ്ലെക്സിബിൾ ക്ലാസ് റൂം ലേഔട്ട് ഈസ് കീ. ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ക്ലാസ് റൂമിൻ്റെ ലേ ഔട്ട്, അതായത് എല്ലാ കുട്ടികൾക്കും അവരുടേതായ രീതിയിൽ ഭീതിയില്ലാത്ത രൂപത്തിൽ ഫ്ലെക്സിബിളായിട്ട് ഇടപെടാൻ ആവശ്യമായ ഒരു ക്ലാസ് റൂം ലേ ഔട്ട്, അതാണ് ഏറ്റവും പ്രധാനം. ഇൻകോർപ്പറേറ്റിംഗ് വേരിയസ് ടൈപ്സ് ഓഫ് ഫർണിച്ചർ ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് ടു സപ്പോർട്ട് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് വർക്ക്. പലതരത്തിലുള്ള ഫർണിച്ചറുകൾ അറേഞ്ച്മെൻറ്റ്സുകളും ഇതിന് ഇൻഡിവിജ്വൽ വർക്കും ഗ്രൂപ്പ് വർക്കൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ ക്രമീകരണം, ഫർണിച്ചറുകളും മറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ അതിനനുസൃതമായിട്ടുള്ള ഒരു ക്രമീകരണം ക്ലാസ് റൂമിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് എൻവയറൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യേണ്ടി വരും, പെയർ ഗ്രൂപ്പുകൾ വേണ്ടി വരും, സ്മാൾ ഗ്രൂപ്പൊക്കെ വേണ്ടി വരും. അതിനനുസൃതമായ രീതിയിൽ ഫർണിച്ചറൊക്കെ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യണം. അത് സൈക്കോളജിക്കലി സ്പീക്കിംഗ്, ടീച്ചേഴ്സ് ഷുഡ് യൂസ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ടെക്നിക്സ് ദാറ്റ് സപ്പോർട്ട് എ സേഫ് ആൻഡ് സപ്പോർട്ടീവ് ലേണിംഗ് എൻവയറൻമെൻറ്റ്. മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അധ്യാപകർ എന്ത് ചെയ്യണം? ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ടെക്നിക്സുകൾ യൂസ് ചെയ്യണം. എങ്ങനെയുള്ളത്? ദാറ്റ് സപ്പോർട്ട് എ സേഫ് ആൻഡ് സപ്പോർട്ടീവ് ലേണിംഗ് എൻവയറൻമെൻറ്റ്. വളരെ സുരക്ഷിതമായിട്ടുള്ള കുട്ടികൾക്ക് പിന്തുണ നൽകുന്ന രൂപത്തിലുള്ള ഒരു പഠനാന്തരീക്ഷം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ടെക്നിക്സുകൾ അധ്യാപകൻ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഇത്രയാണ് ലേണിംഗ് എൻവയറൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ലേണിംഗ് എൻവയറൻമെൻറ്റ് ഞാൻ സ്ലൈഡൊക്കെ ഉണ്ടാക്കിയിരുന്നു, പക്ഷേ ഇതിനകത്ത് ഫൈനലായിട്ട് എടുത്തപ്പോൾ അത് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ നോട്ടായിട്ട് ജസ്റ്റ് അതിൻ്റെ പോയിൻറ്റ്സുകൾ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരാം. എൻവയറൻമെൻറ്റ് അതുകൂടി കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനി അതിന് ബന്ധപ്പെട്ട് കണ്ടൻറ്റ്, പ്രോസസ്സ്, പ്രോഡക്റ്റ്, ലേണിംഗ് എൻവയറൻമെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്ലാസ്സിലൊക്കെ നടത്താവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് സ്വയമായിട്ട് ഒന്ന് കണ്ടെത്തുക, അതുകൂടി കൂട്ടിച്ചേർക്കുക കേട്ടോ. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ നേരത്തെ ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻ പഠിച്ചു. അതുവരെ ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കുറച്ചുകൂടി വിശദമായിട്ട് അതിന് 4 ഘടകങ്ങളായിട്ട് കണ്ടൻറ്റ്, പ്രോസസ്സ്, പ്രോഡക്റ്റ്, ലേണിംഗ് എൻവയറൻമെൻറ്റ് ഈ തരങ്ങളിൽ എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് ഈ ടോപ്പിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് നോട്ട്സൊക്കെ തയ്യാറാക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല, മനസ്സിലേക്ക് ആവാഹിക്കുക. എന്നിട്ട് നമ്മളിപ്പം തന്നെ നമ്മൾ അധ്യാപകരായി അല്ലേ, ടീച്ചിങ് പ്രാക്ടീസൊക്കെ തുടങ്ങിയല്ലോ. ഇപ്പോൾ ഏതായാലും നമ്മൾ ഓൺലൈനാണെങ്കിലും പോലും ഇനി നമ്മൾ എന്തായാലും
ഒരു മാസമൊക്കെ കഴിയുമ്പോഴൊക്കെ 2 മാസമൊക്കെ കഴിയുന്ന 1-2 മാസത്തിനുള്ളിലൊക്കെ ഇങ്ങനെ സ്കൂളുകളൊക്കെ തുറക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിനി എന്താണ്, നമ്മൾ ഇതുവരെ പഠിച്ച തിയറീസ്, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ഈ 3 സെമ്മിലും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിൽ കൂടി നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യം, പ്രത്യേകിച്ച് സൈക്കോളജിയിലും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനൊക്കെ നമ്മൾ പഠിച്ച എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കടമ അതിനുകൊണ്ടാണ്. കാരണം നമ്മളിത് ഇങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം എന്നുള്ള അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ബോധന സമ്പ്രദായത്തിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. അതിനുള്ള പരിശീലന കളരിയാണ് നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മളിതിൽ പ്രാവീണ്യം നേടണം. നിർഭാഗ്യവശാൽ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസൊക്കെ നിങ്ങളെ മുൻഗാമികളെ പോലെ ഫലപ്രദമായ രീതിയിൽ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ അതിനൊക്കെ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. ക്രൈസിസ് മാനേജ്മെൻ്റ് ആണല്ലോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാഴ്ചപ്പാട് നമ്മളെ മനസ്സിലുണ്ടാവുക. ഇനി നമ്മൾ സ്കൂളുകളിൽ പോകുമ്പോൾ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ ഈ കാഴ്ചപ്പാടിന് അനുസൃതമായിക്കോട്ടെ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നല്ല അധ്യാപകരാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു ഓൾ ദ ബെസ്റ്റ്.